നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാനത്തെ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആക്ച്വലി ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് അവരുടെ ഫീലിങ്സ് രണ്ടും എടുക്കാം. ഓക്കെ, യു വേഴ്സസ് ദം എന്ന് നോക്കാം. അതായത് നിങ്ങളുടെ മനസ്സിൽ അവരെക്കുറിച്ച് എന്താണ് ആൻഡ് അവരുടെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ച്, രണ്ടും നോക്കാം. ആൻഡ് റീഡിങ് പോകുന്ന പോലെ പോട്ടെ. ഓക്കെ, സോ ആദ്യം അവരുടെ ഫീലിംഗ് വെച്ചെടുക്കാം നമുക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യം എടുക്കാം. ഓക്കെ, നിങ്ങളുടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മറ്റുള്ള അവരുടെയും റെസനേറ്റ് ആവും എന്നർത്ഥം. ഓക്കെ, സോ നിങ്ങളുടെ ഫീലിങ്സ് ഇപ്പോൾ കാണുന്നത് ഹെറോഫൻ്റ് ആണ്. ഓക്കെ, ഏസ് ഓഫ് കപ്സ്, Wheel of Fortune, Queen of Swords, one more card. Oh, King of Swords. Okay. ശരി, ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് എനിക്ക് കാണുന്നത് ഹൈറോഫൻ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ഒരു വളരെ സ്പിരിച്വൽ ആയിട്ടൊരു കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ കുറച്ച് പേർക്ക് നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, ഒരു ശരിക്കും പ്രോപ്പറായിട്ട് മാരേജും കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാണുന്നുണ്ട്. ഓൾറെഡി ചിലപ്പോൾ മാരീഡും ആയിരിക്കാം നിങ്ങൾ. ലൈക്ക് നിങ്ങളിപ്പോൾ കാണുന്ന റീഡിങ് കാണുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മേ ബി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ഓർത്തിട്ടായിരിക്കാം റീഡിങ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നിങ്ങൾ അവരുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നു എന്ന തരത്തിലാണ്, ഒരു പ്രോപ്പറായിട്ട് നമ്മൾ പറയില്ല, ഒരു ശരിക്കും ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് തരുന്ന ഒരു തരത്തിൽ അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അതിനെ ഒരു വളരെയധികം സ്പിരിച്വൽ കണക്ഷനായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഈ പേഴ്സൺ വന്ന ശേഷം നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വലി നിങ്ങൾ ഉയർന്നു എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് കപ്സ് കാണുന്നുണ്ട്. ശ്രീയസ്, നിങ്ങൾക്ക് വളരെയധികം അവരോട് ഫീലിങ്സ് ഉണ്ട്. ഒരുപാട് നിങ്ങളുടെ ഉള്ളിൽ ലൈക്ക് പറയില്ലേ, നിങ്ങളുടെ ലൈക്ക് എല്ലാമാണ് അവർ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അത്രയും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, അവരെ കെയർ ചെയ്യുന്നുണ്ട്, അവരുടെ ഓരോ കാര്യത്തിനെക്കുറിച്ചും നിങ്ങൾക്ക് കൺസേൺ ഉണ്ട്. നിങ്ങൾ അവരുടെ സ്നേഹം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അവരിൽ നിന്നും നിങ്ങൾ കിട്ടാനും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. സോ യെസ്, നിങ്ങൾ ശരിക്കും നിങ്ങൾ തോന്നുന്നത് ഈ ഒരു ബന്ധം ഒരു നമ്മൾ പറയില്ലേ പൂർവ്വജന്മ ബന്ധമാണ് എന്ന് കരുതുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലൊരു റിലേഷൻഷിപ്പായിട്ടാണ് നിങ്ങളതിനെ കാണുന്നത്. ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട് ഈ ബന്ധത്തിന്. നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിയെടുത്തു ഈ ബന്ധം വന്നതിന് ശേഷം. ലൈഫ് തന്നെ മാറി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. നിങ്ങൾ മാറി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറി എന്നൊക്കെ തോന്നുന്നുണ്ടാവും. ഓക്കെ, പോരത്തെ എവിടെ ക്വീൻ ഓഫ് സോർഡ്സ് ആൻഡ് കിങ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഒന്ന്, യെസ്, നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് മാച്ചാണ് നിങ്ങളുടെ ഈ പേഴ്സൺ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതായത് നിങ്ങൾ ഡിഫറൻസസ് ഉണ്ടാവും, ഇല്ല എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ എവിടെയോ ഒരു നിങ്ങളെപ്പോലെ ആയിരിക്കില്ല അവർ, പക്ഷെ എന്നാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നലില്ല, എൻ്റെ പെർഫെക്റ്റ് പേഴ്സൺ ആണ്, എൻ്റെ പെർഫെക്റ്റ് മാച്ചാണ് എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ രണ്ടുപേരും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒക്കെ കോൺവെർസേഷൻ നിങ്ങൾ തമ്മിൽ വരുമ്പോൾ വളരെയധികം ഒരു നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, യെസ്, ഞങ്ങൾ ഒരേ ചിന്താഗതികൾ അങ്ങനത്തെയൊക്കെ ഒരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾ എവിടേക്കോ മാച്ച് ആവുന്ന രീതിക്കൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾ സംസാരിക്കുമ്പോഴും നല്ല സീരിയസ് ടോപ്പിക്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട് എനിക്ക്. ആൻഡ് ഇവിടെ പെർഫെക്റ്റ് കപ്പിൾ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ക്വീൻ ഓഫ് സോർട്സ്, കിങ് ഓഫ് സോർട്സ്, നമ്മൾ വേറെ നെഗറ്റീവ് വശങ്ങളൊന്നും ചിന്തിക്കില്ല. നമ്മൾ ആക്ച്വലി ഇവിടെ കാണുന്നത് ഒരു കപ്പിൾ എന്ന രീതിക്കാണ്. സോ നിങ്ങൾക്ക് അവരെ ഒരു പ്രോപ്പർ ആൻഡ് അഗെയിൻ നിങ്ങൾ മാരീഡ് ആയിരിക്കാം. ഇവിടെ കൂടുതലും അങ്ങനെ കാണുന്നുണ്ട്, കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല. മാരീഡ് ആണെങ്കിൽ യെസ്, അത് നിങ്ങളുടെ പെർഫെക്റ്റ് കപ്പിൾ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് എവിടെയോ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടാവാം, അത് വേറെ കാര്യം. ബട്ട് യെസ്, നിങ്ങൾക്ക് തോന്നുന്നത് മേ ബി നിങ്ങൾക്ക് രണ്ടുപേരും ഒരേപോലെ കുറച്ച് വാശികളുള്ള വ്യക്തികളായിരിക്കാം. ഓക്കെ, രണ്ടുപേരും വിട്ടുകൊടുക്കാത്ത വ്യക്തികളായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾ എവിടേക്കോ മാച്ച് ഉണ്ട് എന്ന രീതിക്കാണ്. ഓക്കെ, ആൻഡ് ചിന്താഗതികൾ ഒരേപോലെ, അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നിങ്ങൾ മാച്ച് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ട്രോങ് ആക്ച്വലി യെസ്, വേണമെങ്കിൽ ഒരു കാര്യം കൂടി പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കുറേ കൂടി സ്ട്രോങ് ആയി ഈ ഒരു ബന്ധത്തിൽ എന്നുകൂടി പറയാം. ഓക്കെ, നിങ്ങൾ വളരെയധികം സ്ട്രോങ് ക്യാരക്ടറായിട്ട് നിൽക്കുന്ന പോലെ ക്വീൻ ഓഫ് സോർഡ്സ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നമ്മളൊരു
തീരുമാനങ്ങൾ എടുക്കാനൊക്കെ നിങ്ങൾക്ക് വളരെയധികം റെഡി ആയിട്ട് ആ രീതിക്കൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് പറയുന്നത്. സോ ഇവിടെ യെസ് ആൻഡ് നിങ്ങളെ റെസ്പെക്റ്റ് നിങ്ങൾക്ക് വേണം എന്ന ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും കാണുന്നത് ഇത് നിങ്ങളിൽ വന്ന മാറ്റങ്ങളായിരിക്കും. കിങ് ആണെങ്കിലും ക്വീൻ ആണെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കോളൂ. ഓക്കെ, ആൻഡ് യെസ് എവിടെയോ നിങ്ങളൊരു ലീഡർഷിപ്പ് ലെവലിൽ നിങ്ങൾ ഈ ബന്ധത്തിൻ്റെ ഒരു കാര്യങ്ങളെ മുന്നോട്ട് തീരുമാനമൊക്കെ എടുക്കാൻ ഇപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് എനിവേ ഇവിടെ നിങ്ങൾ ഒരു കപ്പിൾ എന്ന രീതിക്ക് എനിക്ക് എനർജി വരുന്നുണ്ട്. സോ അങ്ങനെയാണ് നിങ്ങളുടെ ഫീലിങ്സ്. മേ ബി മാരേജ് വേണം എന്നായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കൂടെ നിങ്ങളുണ്ടെങ്കിൽ തന്നെ ഓക്കെ നിങ്ങൾക്ക് മേ ബി നിങ്ങൾ ട്രൂത്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ അതായത് സത്യസന്ധത ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾ അങ്ങോട്ടും അങ്ങനെയായിരിക്കും, നിങ്ങൾ തിരിച്ചും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ആത്മാർത്ഥത പ്രതീക്ഷിക്കുന്ന പോലെയാണ്. കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക എന്ന രീതിക്കൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, സോ അങ്ങനെയാണ് കാണുന്നത്. ലെറ്റ്സ് സീ. ആൻഡ് പേഴ്സൺ ഒരു തീരുമാനം എടുക്കണം എന്ന രീതിക്ക് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ തീരുമാനം എടുക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പോലെയുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്താ കാണുന്നത് നോക്കാം. 9 of Pentacles. ഓക്കെ, 4 Wands. വാവ്. ഓക്കെ, 6 of Pentacles. 2 of Cups. 2 of Pentacles. ഓക്കെ, 7 of Pentacles. ഓക്കെ, സി ഞാൻ ചിരിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ചിന്താഗതികൾ ലൈക്ക് നിങ്ങൾ രണ്ടുപേരുടെയും ഫീലിങ്സ് ഒരുപാട് മാച്ച് ഉണ്ട്. ഓക്കെ, 9 of Pentacles ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മാരേജ് കാർഡായിട്ട് എടുക്കാറുണ്ട്. ഓക്കെ, നമ്മളൊരു ആഗ്രഹം സഫലമാവുന്ന രീതിയിൽ ഒരു മാരേജ്, അതായത് നമ്മൾ പറയുമ്പോൾ ശരിക്കും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ 9 of Pentacles എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ രണ്ടുപേരുടെയും ഫൈനാൻസ് ഉണ്ട് അല്ലേ. അതായത് ഒരു മാൻ ആൻഡ് വുമൺ രണ്ടുപേരും ഒരു മാരേജിന് മുമ്പ് രണ്ടുപേരുടെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫൈനാൻസസ് ഉണ്ടാവും. ഓക്കെ, അതിനെ ഒന്നിച്ചു കൊണ്ടുവന്ന് നമ്മളൊരു അതൊരു മാരേജ് കഴിയുമ്പോൾ ഒന്നിച്ചാവും അല്ലേ. സോ ആ രീതിക്കൊരു എനർജി ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അതായത് നമ്മൾ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് എന്ന രീതിക്ക് അല്ലെങ്കിൽ ഒരു മാരേജ് എനർജി ആയിട്ട് ഇതിനെ വളരെയധികം പറയാറുണ്ട്. സോ അഗൈൻ ഇവിടെയും അത് തന്നെയായിരുന്നു, ഇവിടെയും അത് തന്നെയാണ്. സോ യെസ്, തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ പേഴ്സണും ഒരേ കാര്യമാണ് ആഗ്രഹിക്കുന്നത്. അവർക്കും ഒരു ആഗ്രഹമുണ്ട് എന്ന രീതിക്കാണ്. അത് മാത്രമല്ല 4 of Wands കൂടി വന്നിട്ട് 4 of Wands മാരേജ് കാർഡാണ്, സെലിബ്രേഷൻ്റെ കാർഡാണ്. ഒരു ഫാമിലി, വീട്, അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. സോ യെസ്, വളരെ സിമിലർ എനർജിയാണ് അവർക്കും വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ 9 of Pentacles. ഓക്കെ, ഞാൻ നെഗറ്റീവ് വശത്തിൽ പറയുകയാണെങ്കിൽ 9 of Pentacles ആക്ച്വലി അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന രീതിക്ക് പറയാം. എനിക്ക് കുറച്ച് ആഴ്ച വയ്ക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവർ ഫൈനാൻസസിൽ അവർ വർക്ക് ചെയ്യുന്നു എന്ന രീതിക്കായിരിക്കും. ഫൈനാൻഷ്യൽ കാര്യങ്ങളൊന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്ന എനർജി ആയിരിക്കും. ബട്ട് ഇവിടെ നമ്മൾ നിങ്ങളുടെ ഇത് പറയുകയാണെങ്കിൽ, ഫീലിങ്സ് പറയുകയാണെങ്കിൽ യെസ് അവർക്ക് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ഒരു ലൈഫ് വേണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ആൻഡ് ഇവിടെ അഗൈൻ മാരേജിൻ്റെ കാർഡ് ഇവിടെയും വന്നിട്ടുണ്ട്. അവർക്കും യെസ് ഉണ്ട്. മാരേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു ട്രഡീഷണൽ മാരേജ് കാർഡാണ് ഹൈറോഫന്റ്. പക്ഷെ അങ്ങനെ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പറയില്ല ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഏറ്റവും മുഖ്യം എന്ന രീതിയിലൊക്കെ ഒരു എനർജി എന്ന രീതിക്ക് നമുക്ക് എടുക്കാം 4 of Wandsനെ. ഓക്കെ, ആൻഡ് ഇവിടെ 6 of Pentacles പറയുന്നതും അഗൈൻ ഗിവ് ആൻഡ് ടേക്കിൻ്റെ കാര്യമാണ്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന പോലെ അവർക്ക് തിരിച്ചു തരണമെന്ന ആഗ്രഹമുണ്ട്. ആൻഡ് ആക്ച്വലി ഇത് കർമ്മയുടെ കാർഡാണ്, ഇതും കർമ്മയുടെ കാർഡാണ്. ഓക്കെ, പാസ്റ്റ് ലൈഫിൻ്റെ കാര്യങ്ങളാണ്, പാസ്റ്റ് കണക്ഷൻസിൻ്റെ കാര്യമാണ്, ഒരു പൂർവ്വജന്മങ്ങളുടെ കർമ്മ എന്ന രീതിക്ക് എടുക്കാം. സോ യെസ്, ഇവിടെയും 2 കാർഡും ഒരേപോലെ നിങ്ങൾ രണ്ടുപേരെയും അതും ഒരേ എനർജിയിൽ ഒരേ ഇതിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ യെസ് അവരും ആക്ച്വലി കർമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ പൂർവ്വജന്മത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ തന്നെ അവർ പൂർവ്വജന്മത്തിലല്ല, ബട്ട് അവർ ഈ ജന്മത്തെ അറ്റ്ലീസ്റ്റ് ഓക്കെ നിങ്ങൾ ചെയ്തതിൻ്റെ അതേപോലെ അങ്ങോട്ട് നിങ്ങൾക്ക് തിരിച്ചു തരണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണമെന്ന ആഗ്രഹമുണ്ട്. പരസ്പരം നമ്മൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ്ങോടെ അല്ലെങ്കിൽ ഒരു ഒത്തൊരുമയോടെ പോകണം എന്ന രീതിക്ക് അവർക്ക് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ സോൾവ് ചെയ്ത് ഓക്കെ വീണ്ടും മുന്നോട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തൊക്കെ നിൽക്കണം എന്നാണ് ചിന്തിക്കുന്നത്. 2 of Cups കാർഡ് നമ്മുടെ പറഞ്ഞു നിങ്ങൾ പെർഫെക്റ്റ് കപ്പിൾ എന്ന് പറഞ്ഞു. അവരെ മനസ്സിലും അത് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ വളരെയധികം ആ ഒരു റിലേഷൻഷിപ്പ് ഒരു വളരെ ഡീപ്പ് കണക്ഷനായിട്ടാണ് കാണുന്നത്. അഗെയിൻ പാസ്റ്റ് ലൈഫിൻ്റെ കാര്യം വരുന്നുണ്ട്, സോൾ കണക്ഷൻസ് എന്നുള്ളത് വരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ രണ്ടുപേരും ഒരേപോലെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു വ്യത്യാസമില്ല. ഓക്കെ, ഉള്ളിലെ ഫീലിങ്സ് നമ്മൾ പറയുകയാണെങ്കിൽ നോ ഡിഫറൻസ്. ഓക്കെ, ബട്ട് ഫൈനൽ കാർഡ് വന്നിട്ട് ഇവിടെ ചെറിയൊരു ഇത് ഇട്ടിട്ടുണ്ട്. ഇവിടെ അവരെ മനസ്സിൽ ഒരു പ്രശ്നം വരുന്നത് ജഗ്ലിംഗ് എന്ന് പറയാം. ജഗ്ലിംഗ് ഇപ്പോൾ അഗെയിൻ വേറെ തേർഡ് പാർട്ടി നിർബന്ധമില്ല. ഇത് അവരുടെ ലൈഫിൽ വേറെയും കാര്യങ്ങൾ ഉണ്ട് എന്ന് അതിനെ അവർ ഇങ്ങനെ ജഗിൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. എല്ലാ കാര്യങ്ങളെയും ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലെയാണ്. അപ്പം നിങ്ങൾ തമ്മിലൊരു മാരേജ് പോസിബിൾ ആണോ അല്ലേ എന്നുള്ളത് ഒരു ചിന്ത. മേ ബി ഇവിടെ ഫൈനാൻഷ്യലി ചിലപ്പോൾ വല്ല സ്ട്രഗിൾസ് ഉണ്ടാവും അവർക്ക്. ഓക്കെ, ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇട്ടാൽ മുന്നോട്ട് എന്താവും എന്നുള്ള ചിന്തകളായിരിക്കാം. അതുകൊണ്ടുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മാരേജിലേക്ക് എത്തിക്കാൻ പറ്റുമോ, അതോ നിങ്ങളവിടെ ന്യായം ചെയ്യാൻ പറ്റുമോ എന്ന രീതിക്കൊക്കെയുള്ള ചിന്തകളായിരിക്കും. 2 of Pentacles ഒരു ചെറിയ ജഗ്ലിംഗ് എന്ന് പറയാം. ഒന്ന്
വേറെ സിറ്റുവേഷൻസ് അവരുടെ ലൈഫിലുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ മേ ബി അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം, ഫാമിലി ആയിരിക്കാം. ഓക്കെ, അഗൈൻ ഇവിടെ റിലീജിയൻ നിങ്ങളുടെ വേറെ വേറെ ആവാം ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫാമിലി അക്സെപ്റ്റ് ചെയ്യില്ല എന്ന രീതിക്കൊക്കെയുള്ള ചിന്തകൾ. സോ ഇവിടെ ആ ഒരു കാര്യത്തിൽ മാത്രമേ ഫൈനൽ എത്തിയിട്ട് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുള്ളൂ. ബാക്കി മനസ്സുകൊണ്ട് ഫീലിങ്സ് കൊണ്ട് നിങ്ങൾ വളരെയധികം ഒരു സിമിലർ എനർജിയാണ്, സെയിം എനർജിയാണ്, സെയിം തോട്ട്സ് ആണ്. പക്ഷേ ഇവിടെ ലാസ്റ്റ് എത്തിയപ്പോൾ അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ അവരെ കാണുന്നുണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട്. ഓക്കെ, ഒരു ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. ഓക്കെ, ഒരു ചെറിയൊരു അകൽച്ച എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫീലിങ്സ് എടുത്തു. ഒരു കാര്യം ചെയ്യാം, അവരുടെ ഭാഗത്തുനിന്ന് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് അവരുടെ ഭാഗത്തുനിന്ന് എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾ തമ്മിൽ അടുപ്പം വരുമോ, എന്തൊക്കെയാണ് എന്തായാലും ശരി. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്തായാലും അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓക്കെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, അവർ നെക്സ്റ്റ് ആക്ഷൻ? 7 of Wands, Queen of Pentacles, 8 of Wands, okay, 10 of Wands, one more, Knight of Pentacles. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് എനർജി എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു കോമ്പറ്റീഷൻ എനർജി കാണുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് എനർജി ഉണ്ട്. കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ ലൈക്ക് ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തരത്തിലായിരിക്കാം വേറെ ആരെങ്കിലും ഒക്കെ. ഓക്കെ, സോ തേർഡ് പാർട്ടി ഉണ്ടാവാം മേ ബി. ഓക്കെ, എല്ലാവർക്കും അല്ല. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എന്തും ചെയ്യാൻ അവരിപ്പോൾ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് അവരതായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സമയം തരാം. ഓക്കെ, നിങ്ങൾക്ക് മാരേജ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഫാമിലിയോട് പറയുക, കാര്യങ്ങൾ പറയുക, ഫാമിലിയിൽ അവതരിപ്പിക്കുക. ഓക്കെ, എനിക്ക് ഇന്ന വ്യക്തിയെ ഇഷ്ടമാണ് എന്ന് പറയുക. ഓക്കെ, നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും ഫാമിലിയുടെ മുമ്പിൽ. അല്ലാത്തവർക്ക് ഇപ്പോൾ സപ്പോസ് അവർ കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് സമയം തരാൻ, അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ചുകൂടി ഒരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള എല്ലാം അവർ ശ്രമിക്കും. ഓക്കെ, ക്വീൻ ഓഫ് പെന്റിക്കിൾസ് കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അവരുടെ ആക്ഷനാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അവർ കുറച്ചുകൂടി ഫൈനാൻഷ്യലി ഒന്ന് സെക്യൂർ ആവാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് മേ ബി അവരുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ, ഇത് ലേഡീസ് ആവണമെന്നില്ല. ഓക്കെ, അഗൈൻ ഞാൻ പറയുന്നു, ലേഡി ജെൻസ് നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട, ക്വീൻ കിങ് ഒന്നും കേൾക്കണ്ട. ഓക്കെ, ആ എനർജി കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അതായത് അവർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അവരെ കുറച്ചുകൂടി സെറ്റിൽ ആവണം എന്ന രീതിയിൽ അവർക്കുണ്ട്. കാരണം അപ്പോഴാണ് മേ ബി ഒരു നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ സാധിക്കുക അല്ലേ. അതുകൊണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അവരതിനൊക്കെ ഒന്ന് ശരിയാക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം ഫൈനാൻഷ്യൽ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇവിടെ ഓക്കെ ഇതൊരു മാരേജ് എനർജി കൂടിയാണ്. അഗെയിൻ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് മാരേജ് ഓഫറുമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവർ ഓപ്പണായിട്ട് ചിലപ്പോൾ ഈ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യും, അല്ലെങ്കിൽ അവരെ നിങ്ങളെ മിസ് ചെയ്തു എന്ന് പറയാം, ഒരു മെസ്സേജ് വരാം നിങ്ങൾക്ക് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്, അതും കാണുന്നുണ്ട്. കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു എഫേർട്ടെങ്കിലും അവർ എടുത്തു തുടങ്ങും എന്ന രീതിക്കാണ് കാണുന്നത്. ആൻഡ് ഇവിടെ 10 of Wands ഉണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ അവരുടെ ബേർഡൻസ്, അവർക്ക് എന്തെങ്കിലും ബാധ്യതകൾ, അവരുടെ ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരതിനെ ഒന്ന് താഴെ ഇടുന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു ഫാക്ടറാണ് ഇവിടെ. ഓക്കെ, ചിലവർക്ക് അതൊരു തടസ്സമുണ്ട്. അവർക്ക് ചില കാര്യങ്ങൾ അവർ ചെയ്തേ പറ്റൂ എന്ന രീതിക്കായിരിക്കും. വിട്ട് കളയാൻ പറ്റില്ല. അവരെ കൂടെ വരുന്ന ചില ഇതുണ്ട്. നമ്മൾ പറയില്ലേ, ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാലും അവർക്ക് ചിലപ്പോൾ അവിടുന്ന് എല്ലാം വിട്ട് വരാൻ ചിലപ്പോൾ അവർക്ക് സാധിക്കില്ല. ചില കാര്യങ്ങൾ അവരെ കൂടെ തന്നെ വരുന്നുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ അവർ ഒന്ന് വിട്ട് കളയുന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ ആ ബേർഡൻസ് ആയിരിക്കാം ചിലപ്പോൾ തടസ്സം നിങ്ങളുടെ ഇടയിൽ. ബട്ട് ഇവിടെ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. സോ യെസ്, അവർ സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഓക്കെ, സോ അങ്ങനത്തെ ഒരു എനർജിയാണ് വരുന്നത്. നെക്സ്റ്റ് ആക്ഷൻ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷനാണ് കാണുന്നത്. ഏറ്റവും മോശം കമ്മ്യൂണിക്കേഷൻ. അതായത് ഇപ്പോൾ ഞാൻ ഇതിങ്ങനെ കമ്മ്യൂണിക്കേഷൻ വരും എന്ന് പറയുമ്പോൾ സ്റ്റഡി ആയിട്ട് വരും എന്നല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് വരും. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്നൊരു സംസാരം, ഒരു മെസ്സേജെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, ബാക്കി പിന്നെ മുന്നോട്ടുള്ളത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കഴിയുമ്പോൾ ആ എനർജിയൊക്കെ വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ വളരെയധികം ബാലൻസിൽ നിൽക്കുക. അത് നിങ്ങൾക്കുള്ള അഡ്വൈസാണ്. ഇതിപ്പോൾ നിങ്ങളുടെ പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ബാലൻസ്ഡ് ആയിട്ട് നിൽക്കൂ. നിങ്ങൾ സ്വന്തം ഒരു സെൽഫ് വാല്യൂവിൽ നിൽക്കൂ. വീണ്ടും വീണ്ടും അതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, സൺ കാർഡിൻ്റെ ഇവിടെ വെരി നൈസ്. ചൈൽഡ് കാണുന്നുണ്ട്. ഓക്കെ, ഷിപ്പ്, ട്രീ ഇവിടെ തന്നെ വെച്ചേക്കാം. വൺ മോർ ലാസ്റ്റ് കാർഡ് പ്ലീസ്. ബെയർ, വെരി ഗുഡ്.
സി ഒന്ന് നിങ്ങൾക്ക് ന്യൂസ് വരുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്, ഒരു ഗുഡ് ന്യൂസ് വരുന്ന പോലെ. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ലോയലാണ്. ഓക്കെ, നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ട് അവർക്ക് നിങ്ങളോട്, നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാം എന്നാണ് കാണുന്നത്. ആൻഡ് ഇവിടെ സ്റ്റോക്ക് ഒരു ന്യൂസ് വരുന്ന പോലെയാണ്, ഒരു വിവരം, നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ്, അഗൈൻ ഞാൻ പറഞ്ഞു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. സണ്ണുണ്ട്, ശ്രീയസ് നിങ്ങൾ തമ്മിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു ഹാപ്പി ആയിട്ടുള്ള സമയങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ചൈൽഡ് കാണുന്നുണ്ട്. സോ ഇത് ഞാൻ പറഞ്ഞ പോലെ മേ ബി അവരുടെ ലൈഫിൽ ഫാമിലി അങ്ങനത്തെ തടസ്സങ്ങളുണ്ടെങ്കിൽ, ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം ഇവിടെ ഒരു തടസ്സം നിൽക്കുന്നത്. ഓക്കെ, മാത്രമല്ല മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ഇമ്മെച്യൂരിറ്റി അതും പറയാം. ഓക്കെ, അവർ കുറച്ചുകൂടി മെച്യൂർഡായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനുണ്ട്. സോ ആ ഒരു ഇമ്മെച്യൂരിറ്റിയും ആയിരിക്കാം. ഓക്കെ, പ്രായം എത്രയായാലും ശരി, ചിലവരുണ്ട് ചില റെസ്പോൺസിബിലിറ്റീസ് എടുക്കാത്ത വ്യക്തികളുണ്ട് അല്ലേ. ഓക്കെ, ചിലപ്പോൾ അങ്ങനെയാവാം. ഓക്കെ, ഇവിടെ ഷിപ്പ് കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങൾ മുന്നോട്ടൊരു മൂവ്മെൻറ്റ്, യാത്ര, മുന്നോട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന കാര്യമാണ്. എൻ്റെ ഇവിടെ അഗൈൻ നമ്മൾ പറയുമ്പോൾ ഷിപ്പ് എന്ന് പറയുമ്പോഴും ഒരു നിങ്ങൾ തമ്മിൽ പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോവുക എന്ന രീതി കൂടിയാണ്. ആൻഡ് ട്രീ ഉണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിലുള്ള ഒരു ആക്ച്വലി ട്രീ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫാമിലി എന്നൊക്കെയാണ് ഉദ്ദേശിക്കുക. കാരണം ഇവിടെ ഒരു മരം വളർന്നു വരിക എന്ന് പറയുമ്പോൾ അല്ലേ, അത് അതിൻ്റെ റൂട്ട്സ് എത്ര സ്ട്രോങ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു നമ്മൾ പറയില്ലേ ഫൗണ്ടേഷൻ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുമെന്നാണ്. ആൻഡ് ഇതൊരു മരം പോലെ അത്രയും വളർന്ന് പന്തലിച്ച് വലിയ മരം പോലെ ആവാനുള്ള സാധ്യതയാണ്. സോ യെസ്, വളരെ സ്ട്രോങ് കണക്ഷനാണ് നിങ്ങളുടെ എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ബെയർ പറയുന്നത് ആക്ച്വലി പ്രൊട്ടക്റ്റീവാണ്. നിങ്ങളെ ഒരുപാട് പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ആക്ച്വലി 7 of Wands ഇടയിൽ കണ്ടപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, 7 of Wands പറയുമ്പോൾ ഡിഫെൻസീവായിട്ട് നിൽക്കുക എന്ന് പറയും. നിങ്ങളുടെ ബന്ധത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കും. ആൻഡ് ഇവിടെയും അതാണ് വന്നത്, പ്രൊട്ടക്ഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ, അതായത് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തി എന്തെങ്കിലും പറയാം, ഈ ബന്ധത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫാമിലി പറയാതെ നിങ്ങൾ ശരിയല്ല എന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെന്തെങ്കിലും കുറ്റമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, എന്ന് മാത്രമല്ല ലൈക്ക് അവർ നിങ്ങളുടെ ബന്ധത്തിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ആരുടെയും ഒരു എതിർപ്പോ കാര്യങ്ങളോ ഒക്കെ വരാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ മാക്സിമം അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ അങ്ങനെ ആഗ്രഹമുണ്ട് അവർക്ക്, തീർച്ചയായിട്ടും അവർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇവിടെ അഗൈൻ ബെയർ നമ്മൾ പ്രൊട്ടക്ഷൻ എന്ന രീതിക്ക് പറയും. സോ യെസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കും തീർച്ചയായിട്ടും മുന്നോട്ട്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്പേഴ്സ് ഞാൻ പറയാം. ഓക്കെ, 31, 13 ഉണ്ട്. സോ നിങ്ങൾ ചിലപ്പോൾ ഈ മിറർ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടാവും, 12, 21 അല്ലെങ്കിൽ അങ്ങനെ. അതായത് നിങ്ങൾ പറയുമ്പോൾ ശരിക്കും ഇവിടെ ഈ കാർഡ് നോക്കൂ, നിങ്ങൾ രണ്ടുപേരും അത്രയും കോംപ്ലിമെൻറ്റ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെയാണ് ഈ മിറർ നമ്പർ കാണിക്കുന്നത്. സോ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് അവരെ മനസ്സിലും എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, സോ 31 and 13 ഉണ്ട് ഇവിടെ. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പേഴ്സ് എന്തെങ്കിലും റെസനേറ്റ് ആവാം, വയസ്സായിരിക്കാം, എവിടെയെങ്കിലും നമ്പേഴ്സ് ഇത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ അതിൽ റിലേഷൻഷിപ്പിൽ എവിടെയെങ്കിലും. ഓക്കെ, സോ 31, 13, 3, 10, 7, 5. അഗെയിൻ ഇവിടെ 10 ഉണ്ട്, 15 ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മാച്ച് ഉണ്ടാവാം. ഡേറ്റ് ഓഫ് ബർത്ത്സോ അല്ലെങ്കിൽ ഫോൺ നമ്പേഴ്സിലോ എവിടെയെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കണ്ടുമുട്ടിയ ഡേറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഇതിൽ നമ്മൾ 4 ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. 4 ഉണ്ട്. 10 എന്ന് പറയുമ്പോൾ 1 ഇവിടെ പ്രോമിനൻ്റ് ആണ്. 5ഉം 2 തവണയുണ്ട്. സോ 1, 4, 5 വളരെ പ്രോമിനൻ്റ് ആണ്. ഈവൻ 3 ആക്ച്വലി, യെസ് 3യും ഒരുപാട് റിപ്പീറ്റ് ആവുന്നുണ്ട്. സോ 1, 3, 4, 5 ഒക്കെ ഒരുപാട് റിപ്പീറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്കത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ലെറ്റേഴ്സ് ഇവിടെ പറയുകയാണെങ്കിൽ A, J, ആക്ച്വലി ഇവിടെ A, J എന്തായാലും പ്രോമിനൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എസ് പറയാം. ഓക്കെ, E ഉണ്ടാവാം നിങ്ങളുടെ പേരിലോ അവരുടെ പേരിലോ ഒക്കെ എവിടെയെങ്കിലും E, ആക്ച്വലി ഈസ് കുറേ വന്നിട്ടുണ്ട്. സോ ഈസ് ഉണ്ടാവാം, E എന്നുള്ളത്. ഓക്കെ, സോ യെസ്, ഞാൻ ഒരുപാട് ലെറ്റേഴ്സ് ഒന്നും പറയാത്തതുണ്ടെന്ന് വെച്ചാൽ എനിവേ ഇവിടെ എല്ലാവർക്കും ഉള്ള റീഡിങ് തന്നെയാണ്. എടുത്തു പറയാൻ മേ ബി നിങ്ങൾക്കിത് കുറച്ചൊരു R വരാം. ഓക്കെ, R എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ഐ ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, കുറച്ച് ലെറ്റേഴ്സ് കൂടി പറയാൻ ശ്രമിച്ചാണ്. സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിനെ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഓക്കെ, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവർക്ക് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാനോ ഫൈറ്റ് ചെയ്യാനോ ഒക്കെ പറ്റാഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ കാണുന്നത്. അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ സോ ഡോണ്ട് വറി. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. ബട്ട് അതിൻ്റെ ഇടയിൽ സെൽഫ് ലവ് മറക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ സെൽഫ് ലവ് ക്ലാസ് കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. ഒരു 15th അടുത്ത് തുടങ്ങിയാലോ എന്നും എൻ്റെ മനസ്സിലൊരു പ്ലാൻ. ഞാൻ പക്ഷെ അനൗൺസ് ചെയ്യാം. ഇന്നിപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. കാരണം എന്താ അറിയോ, ഞാനിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് ഓക്കെ ഇനി ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ചെയ്യണം എന്നെനിക്ക് തോന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് 15th. ഓ വാവ്, എനിക്കൊരു കൺഫർമേഷൻ.
ഞാൻ പോസ്റ്റായിട്ട് ഇടാം. ഓക്കെ, ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും അനൗൺസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റായിട്ട് ഇടാം. സോ സെൽഫ് ലവിൻ്റെ ഒരു ബാച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു മെസ്സേജായിട്ട് തന്നെ ഇടാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.